റെസ്റ്റിംഗ് ഓൺ HP എന്നുള്ള ആ ഒരു പൊസിഷനാണ് നമ്മൾ കാണിക്കുന്നത് ആക്ച്വലി. ഓക്കെ, HP എന്നുള്ള ഒരു പൊസിഷനാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്നുകൊണ്ടായിട്ടുള്ളതാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്, പൊസിഷൻ കാണിക്കുന്നത്. ഓക്കെ ഓക്കെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആംഗിൾ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഒരു പേര് കൊടുക്കണം. അതായത് റെസ്റ്റിംഗ് ഓൺ HP എന്നുള്ള ആ ഒരു കാറ്റഗറി നമ്മൾ ആദ്യം കാണിച്ചിട്ട് നമ്മൾ അതിനൊരു പേര് കൊടുക്കാൻ ആക്ച്വലി ചെയ്യുന്നത്. സോ ആ പേര് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ A B എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം. സോ A ഡാഷ് ആൻഡ് B ഡാഷ് നമുക്ക് ഈ പോയിന്റിൽ കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം C ഡാഷും E ഡാഷും ആ പോയിന്റിൽ വരുന്നുണ്ട്, D ഡാഷും ആ പോയിന്റിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പറഞ്ഞത് 45 ഡിഗ്രി ആംഗിൾ വിത്ത് HP എന്നതാണ്. അപ്പൊ ഞാൻ 45 ഡിഗ്രി ആംഗിൾ കാണിക്കുന്നത് എപ്പോഴും നമ്മൾ എവിടേക്കാണ് കാണിക്കുന്നത്, VP യിലാണ് കാണിക്കുന്നത്. സോ ഈ ഒരു ലൈൻ നിങ്ങൾ എന്ത് ചെയ്യണം, 45 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുക. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പോയിന്റുകളുടെ ഡിസ്റ്റൻസ് ഇല്ലേ, ലൈറ്റ് ആയിട്ട് വരുന്നവരോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 12:30ക്ക് ശേഷം വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന് മുമ്പ് ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ റൈറ്റ്. സോ ഇനി അടുത്ത ക്ലാസ് മുതൽ 2 ക്ലാസ് കൂടെ നമുക്കുണ്ട്. ഈ 2 ക്ലാസ്സിൽ നമ്മൾ ഈ പറഞ്ഞ ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും എൻ്റർ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഓക്കെ റൈറ്റ്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ലൈൻ, അതായത് നിങ്ങൾ കാണുന്ന ഈ ഒരു ലൈൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് A ഡാഷ് B ഡാഷ് C ഡാഷ് E ഡാഷ് ആൻഡ് D ഡാഷ് എന്ന് പറയുന്ന ഈ ഒരു ലൈനിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ മാതിരി അതിനെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ആണ് ആക്ച്വലി ഇത്. ഓക്കെ, മുകളിൽ നോക്കി ഇതിന്റെ ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പെന്റഗണായിട്ട് കാണാം. അതുപോലെ തന്നെ അതിന്റെ സൈഡ്, അതായത് നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതാണ് ഒരു സിംഗിൾ ലൈൻ ആയിട്ട് നമുക്ക് കാണാം, കാരണം ഇറ്റ്സ് എ പ്ലെയിൻ ആണ് ഒരു ആക്ച്വലി. ഓക്കെ, സോ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, 45 ഡിഗ്രി ആംഗിൾ വിത്ത് HP എന്ന് പറയുമ്പോൾ നമ്മൾ 45 ഡിഗ്രി ആംഗിൾ ചെയ്ത സാധനം നമുക്ക് കാണുന്നത് ഇതിലായിരിക്കും, VP-യിലായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ ഈ HP എന്ന് നമ്മൾ ഈ ഒരു AB എന്ന് പറയുന്ന ആ ഒരു എഡ്ജ്, അല്ലെങ്കിൽ AB എന്ന് പറയുന്ന ആ ഒരു ലൈൻ, ആ ലൈനിന്റെ അവിടെ നിന്ന് വെച്ച് നമ്മൾ ഈ ഒരു D എന്നുള്ള പൊസിഷനെ മുകളിലേക്ക് പൊന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ D എന്ന് പറയുന്ന പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ താഴത്ത് നിൽക്കുന്നത് AB എന്ന് പറയുന്ന പോയിന്റ് ആണ്. അങ്ങനെ പൊന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 45 ഡിഗ്രി നമുക്ക് അവിടെ ക്ലിയർ ആയിട്ട് കാണാം. A ഡാഷ് B ഡാഷ് അതുപോലെ തന്നെ C ഡാഷ് E ഡാഷ് അതുപോലെ തന്നെ D ഡാഷ്. ഓക്കെ, സെയിം ലെങ്ത് ആണ് അതിൽ എടുത്തിരിക്കുന്നത്. ഇനി അവിടുന്ന് നേരെ താഴോട്ടേക്ക് കൊണ്ടുവരാം. വെർട്ടിക്കൽ ലൈൻസ് താഴെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് ഈ കറസ്പോണ്ടിങ് പോയിന്റ്സ് എടുക്കും. ഈ വരച്ച മാതിരി A എന്നും B എന്നും C എന്നും എല്ലാത്തിനും നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കണം. ഈ ഹൊറിസോണ്ടൽ ലൈൻസ് വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു രൂപം കിട്ടും, ഈ ഒരു ഭാഗത്ത് ഒരു രൂപം കിട്ടും. ആ രൂപത്തിനെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 45 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്താൽ കിട്ടുന്ന ആ ഒരു രൂപം, അതായത് അതിന്റെ ടോപ്പ് വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുക. ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ലൈൻ എന്ന് കാണിച്ചിരിക്കുന്നത് ABC A ഡാഷ് B ഡാഷ് C ഡാഷ് D ഡാഷ് എന്ന് പറയുന്ന ഈ ഒരു ലൈൻ കാണിച്ചിരിക്കുന്നത് 45 ഡിഗ്രി ആംഗിൾ കാണിച്ചിരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. 45 ഡിഗ്രിയിൽ കാണിക്കുമ്പോഴാണ്, അതായത് അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ആക്ച്വലി. അതായത് 45 ഡിഗ്രി ആംഗിൾഡ് വിത്ത് HP ആയിട്ട് ആംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഫ്രണ്ട് വ്യൂ ആണ് നമുക്കിവിടെ വരച്ചിരിക്കുന്നത്. ഇനി അതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കണം. ഓക്കെ, സോ അതിന്റെ ടോപ്പ് വ്യൂ നിങ്ങൾക്ക് ഇതുപോലെ അതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കുന്നുണ്ട്. കാരണം ഈ ജോയിൻസ് ഉള്ള ലൈനൊക്കെ ജോയിൻ ചെയ്യുക. Aയിൽ നിന്ന് വരുന്ന കറസ്പോണ്ടിങ് പോയിന്റ് A ഡാഷിൽ നിന്ന് വരുന്ന ഈ പോയിന്റിലേക്ക് മീറ്റ് ചെയ്യുക. Bയിൽ നിന്ന് വരുന്ന പോയിന്റ് അതുപോലെ തന്നെ B ഡാഷിലേക്ക് മീറ്റ് ചെയ്യുക. Cയിൽ നിന്ന് വരുന്നത് C ഡാഷിലേക്ക് മീറ്റ് ചെയ്യുക. E എന്ന് പറയുന്നത് E ഡാഷിലേക്ക് മീറ്റ് ചെയ്യുക. D എന്ന് പറയുന്നത് D ഡാഷിലേക്ക് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ഇതുപോലത്തെ പോയിന്റുകൾ കിട്ടും. അതിന് നമ്മൾ A1 B1 C1 D1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേരുകൾ എടുക്കാം. ഇനി അത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ പ്രൊജക്ഷൻസ് വെൻ ദ സൈഡ് ഇസ് 30 ഡിഗ്രി ആംഗിൾ വിത്ത് VP എന്നാണ് പറയുന്നത്. സൈഡ് ഇൻ HP മേക്സ് 30 ഡിഗ്രി ആംഗിൾ വിത്ത് VP. അപ്പൊ നമ്മൾ ആദ്യം ഒരു 30 ഡിഗ്രി ആംഗിൾ VP ആയിട്ട് ആദ്യം എടുക്കണം. 30 ഡിഗ്രി ആംഗിൾ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ആ സൈഡ്, ദ സെയിം സൈഡ്, നമ്മൾ ഈ ഒരു A1 B1 ആ സെയിം സൈഡ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ ഒരു പോയിന്റിൽ മാർക്ക് ചെയ്യുക. ഈ ഒരു പോയിന്റിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഡ്രോയിങ് വരയ്ക്കുക. A1 B1 C1 D1 ആൻഡ് E1. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ഇതിന്റെ ഡയമീറ്റർ ഡിസ്റ്റൻസുകളൊക്കെ ഇത് സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് ഇതിലേക്ക് മാർക്ക് ചെയ്യേണ്ടത് ആക്ച്വലി. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ് നിങ്ങൾ ഇതിലേക്ക് മാർക്ക് ചെയ്യേണ്ടത് ആക്ച്വലി. അതായത് A1 E1 എന്ന് പറയുന്ന അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും ഈ പറഞ്ഞ A1 E1 നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ A1 B1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും ഈ ഒരു A1 B1ലേക്ക് കാണിക്കുന്നത്. ഓക്കെ, സോ സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് എടുക്കേണ്ടത്. ഇനി അതിന്റെ ഇതിപ്പോ അതിന്റെ 30 ഡിഗ്രി ആംഗിൾ ഉള്ള അതിന്റെ ടോപ്പ് വ്യൂ ആണ് എടുത്തിരിക്കുന്നത്. ഇനി അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ എന്ത് ചെയ്യാം, മുകളിലേക്ക് വെർട്ടിക്കൽ ആയിട്ട് ലൈൻസ് വരയ്ക്കാം. വെർട്ടിക്കൽ ആയിട്ട് ലൈൻസ് വരച്ച ശേഷം ഹൊറിസോണ്ടൽ ലൈൻസ് അവിടെ മുകളിൽ നിന്ന് കൊടുക്കുക. അപ്പൊ ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പോയിന്റുകൾ ജോയിൻ ചെയ്യാം. അപ്പൊ A1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഈ A ഡാഷ് ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ബിന്റെ പോയിന്റ് നമുക്ക് ഈ B1 എന്ന് പറയുന്ന ലൈൻ കിട്ടുന്നത് ഈ പോയിന്റ് ആയിട്ട് മീറ്റ് ചെയ്യും. അങ്ങനെ ഓരോ പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഫൈനൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു രൂപം ഇതായിരിക്കും ഒരു രൂപം കിട്ടുക. സോ ഈ ഒരു ഡയഗ്രം ആയിരിക്കും നമ്മൾ ഈ പറഞ്ഞ മാതിരി അതിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. അതായത് 30 ഡിഗ്രി ആംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് ഇതായിരിക്കും ആക്ച്വലി വരുന്നത്. ഈ ഒരു ഷേപ്പ് ആയിരിക്കും വരുന്നത്.
ഓക്കെ, അതിന് നമുക്ക് വേണമെങ്കിൽ A1 ഡാഷും അതുപോലെ തന്നെ B1 ഡാഷ് C1 ഡാഷ് D1 ഡാഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ പേരുകൾ കൊടുക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ഒരു എന്താ പറയുക ലാമിന അല്ലെങ്കിൽ ലാമിനയുടെ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പ്ലെയിൻ അല്ലെങ്കിൽ പ്രോബ്ലം വരികയാണെങ്കിൽ ഹെക്സഗൺ അല്ലെങ്കിൽ പെന്റഗൺ ഇതിന്റെ ഒരു പ്രോബ്ലം വരികയാണ്, അത് ആംഗിൾഡ് വിത്ത് VP ആൻഡ് HP എന്ന് പറഞ്ഞിട്ട് പ്രോബ്ലം വരികയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഫിഗർ ആണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ, now അടുത്ത വരുന്നത് ഇതുപോലത്തെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. Yeah, a circle with a 50 mm diameter is resting on HP and A, which is diameter is AC, which is 30 degree inclined to HP, while its PV is 45 degree inclined to VP. Draw its projections. അപ്പോൾ ഇതും ഒരു ലാമിന ടൈപ്പ് പ്രോബ്ലം ആണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഒരു സർക്കിൾ വിത്ത് ഹാവിംഗ് എ 50 mm ഡയമീറ്റർ which is resting on HP. ഇതാണ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് വേർഡ്, റെസ്റ്റിംഗ് ഓൺ HP എന്ന് പറയുന്നത്. സോ റെസ്റ്റിംഗ് ഓൺ HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആദ്യം നമ്മൾ ഒരു XY ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് HP ലേക്ക് അത് വരയ്ക്കാം. Now end A is of the diameter AC, അതായത് end A of its diameter AC. അപ്പൊ AC എന്ന് പറയുന്നത് A കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് AC ആണ്, ഡയമീറ്റർ എന്ന് പറയുന്നത് AC. ഓക്കെ, ഇനി C which is 30 degree inclined to HP ആയിട്ട് 30 ഡിഗ്രി ആംഗിൾ നിൽക്കുകയാണ്. And its top view is 45 degree inclined to VP. And top view ആണ് ശരിക്കും പറഞ്ഞാൽ top view 45 degree inclined എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ നിന്ന് നിൽക്കുന്നത് 45 ഡിഗ്രിയിലേക്ക് മാറി നിൽക്കുകയാണ്. സോ അതിന്റെ ഒരു ഫിഗർ വരയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, സോ അത് XY ലൈൻ വരയ്ക്കുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണ്. റെസ്റ്റിംഗ് ഓൺ HP എന്നുള്ള പറഞ്ഞിരിക്കുന്നത് അതിന് രണ്ട് പോയിന്റുകൾ നമുക്ക് ഡയമീറ്ററിൽ രണ്ട് പോയിന്റുകൾ മീറ്റ് ചെയ്യും. AC അതുപോലെ തന്നെ BD എന്നുള്ള രണ്ട് പോയിന്റ് നമ്മൾ മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന്റെ പ്രൊജക്ഷൻസ് വരയ്ക്കുകയാണ്. മുകളിലേക്ക് അതിന്റെ പ്രൊജക്ഷൻസ് വരച്ചു. അതിലൊരു ലൈൻ നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഒരു ലൈനും വരച്ചു. ആൻഡ് ദാറ്റ് ലൈൻ ഈസ് A dash B dash C dash D dash. ഓക്കെ, ഈ ലൈൻ വരയ്ക്കാം. ഇനി ഈ ലൈൻ നിങ്ങൾ വിചാരിക്കും ഇത് ഇതിന്റെ മുകളിലേക്കാണ്, XY ലൈനിന്റെ മുകളിലേക്കാണല്ലോ വന്നിരിക്കുന്നത്, നേരത്തെ വന്നിരിക്കുന്നത് XY ലൈനിൽ തന്നെയാണല്ലോ എന്നുള്ളത്. ആക്ച്വലി ഈ XY ലൈനിന്റെ മുകളിലേക്കല്ല, ഈ XY ലൈനിൽ തന്നെയാണ് നിങ്ങൾ ഈ A ഡാഷും B ഡാഷും C ഡാഷും D ഡാഷും വരയ്ക്കേണ്ടത്. ഓക്കെ, കാരണം ഇതിൽ ഹൈറ്റ് തന്നിട്ടില്ല, ഈ ഒരു സർക്കിൾ തന്നെങ്കിലും ഈ സർക്കിളിന്റെ ഹൈറ്റ് എത്രയാണെന്ന് തന്നിട്ടില്ല. സോ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ പാരലൽ ആക്കി വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഈ XY ലൈനിൽ തന്നെ വരയ്ക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ വിച്ച് ഈസ് 30 ഡിഗ്രി ആംഗിൾ വിത്ത് HP. ഓക്കെ, സോ വിച്ച് ഈസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു HP ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം, HP 30 ഡിഗ്രി ആണെങ്കിൽ അത് എന്ത് ചെയ്യണം, നമ്മൾ VP യിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, സോ VP യിലേക്ക് നമ്മൾ 30 ഡിഗ്രി ആംഗിൾ വരയ്ക്കണം. സോ 30 ഡിഗ്രി ആംഗിൾ നമ്മൾ വരച്ചു. ആ 30 ഡിഗ്രി ആംഗിൾ വരച്ചതിന് ശേഷം അതായത് ഈ ഒരു A dash B dash C dash എന്ന് പറഞ്ഞ ഈ ഒരു ലൈൻ തന്നെയാണ്. അതായത് നമ്മൾ ഇവിടുന്ന് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ടോപ്പ് വ്യൂ എന്ന് പറയുന്ന ഒരു സർക്കിൾ ആയിരിക്കും, അതുപോലെ തന്നെ ഈ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഒരു ലൈൻ ആയിരിക്കും ആക്ച്വലി വരിക. ഓക്കെ, ഒരു സർക്കിളിന്റെ കേസിൽ അതായത് ഇതൊരു ലാമിൻ ആയതുകൊണ്ട് ഒരു സർക്കിളിന് ഒരു ലൈൻ പോലെ ആയിരിക്കും നമുക്ക് വരിക. A dash B dash C dash എന്ന് പറയുന്ന ഒരു ലൈൻ പോലെ വരിക. ഈ ലൈൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 30 ഡിഗ്രി ആംഗിൾ ആണ് നമ്മൾ മേക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അതായത് HP ആയിട്ട് മേക്ക്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ C എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഉയർത്താൻ നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി A പോയിന്റ് അവിടെ വെച്ച് കണ്ട് C പോയിന്റ് മുകളിലേക്ക് ഉയർത്താണ്. സോ ഇവിടെ A പോയിന്റും അതുപോലെ തന്നെ ഇവിടെ C പോയിന്റ് ആണ് വരുന്നത്. ഓക്കെ, നൗ നമുക്ക് അതിന്റെ പേരുകൾ കൊടുത്തു കഴിഞ്ഞാൽ A dash B dash C dash and D dash ആ പോയിന്റുകൾ കൃത്യമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ A dash സെൻട്രലിൽ B dash C dash അതുപോലെ തന്നെ ഈ എൻഡിൽ C dash. ഓക്കെ, നൗ നെക്സ്റ്റ് വരുന്നത് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നേരെ പ്രൊജക്ഷൻസ് താഴോട്ടേക്ക് വരയ്ക്കുകയാണ്. പ്രൊജക്ഷൻസ് താഴോട്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻസ് നമ്മൾ കൊടുക്കുകയാണ്. ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു രൂപം ഒരു എലിപ്റ്റിക്കൽ ഏകദേശം ഒരു എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു രൂപം കിട്ടും നമുക്ക്. ഓക്കെ, അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എലിപ്റ്റിക്കൽ രൂപം കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സമയത്ത് അതായത് 30 ഡിഗ്രി ഇൻക്ലൈൻ ടു HP കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു രൂപം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഞാൻ അടുത്തത് 45 ഡിഗ്രി ഇൻക്ലൈൻ ടു VP അടുത്തത്. സോ അതിൽ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രൂപത്തിന് നമ്മൾ വീണ്ടും ചെയ്യുന്നു ചരിക്കുകയാണ്. അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ടോപ്പ് വ്യൂ ഇസ് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ അത് ഏകദേശം നമ്മൾ എടുക്കുന്ന വെച്ചാൽ അതിന്റെ സെന്ററിൽ നിന്നായിരിക്കും നമ്മൾ എടുക്കുക. ഓക്കെ, സോ നമ്മൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇതേ സർക്കിൾ തന്നെ നമ്മൾ മാർക്ക് ചെയ്യാം. പക്ഷെ അതിന് നമ്മൾ ചെയ്യുക 45 ഡിഗ്രി ആംഗിൾ സെന്ററിൽ. അപ്പോൾ നിങ്ങൾ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം 45 ഡിഗ്രി ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ വരച്ചതിന് ശേഷം അത് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, A എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ C1 എന്ന് പറയുന്ന പോയിന്റും മാർക്ക് ചെയ്യുക, C1 എന്ന് പറയുന്ന പോയിന്റിലേക്കും മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ B1 ആൻഡ് D1 എന്ന് പറയുന്ന ഡയമീറ്റർ. സോ B1 ആൻഡ് D1 എന്ന് പറയുന്ന ഡയമീറ്റർ ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി, ഇതേ സർക്കിൾ ഇതേ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പുള്ള ഈ ഒരു സർക്കിൾ എലിപ്റ്റിക്കൽ ഷേപ്പുള്ള ഈ A1 B1 C1 D1 തന്നെയാണ്. നമ്മൾ ജസ്റ്റ് 45 ഡിഗ്രി ഒന്ന് ടേൺ ചെയ്തൊന്നും മാത്രമേ ഉള്ളൂ, അതായത് ഈ A1 നമ്മൾ ടേൺ ചെയ്തൊന്നും മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ,
സോ സി യു ക്യാൻ സി. ഇനി അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ആ ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ നേരെ എന്ത് ചെയ്യും, മുകളിലേക്ക് പ്രൊജക്ഷൻ ചെയ്യുന്നു. ഓരോ ലൈൻസ് ഒന്നും നേരെ മുകളിലേക്ക് പ്രൊജക്ഷൻ ചെയ്യുന്നു. ആ മുകളിലെ പ്രൊജക്ഷൻ ചെയ്തതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ടോപ്പിൽ നിന്ന് നമുക്ക് ഈ ഓരോ C1 B1 നിന്ന് ഹൊറിസോണ്ടൽ ലൈൻസ് വരും. ഇപ്പോൾ വെർട്ടിക്കൽ ലൈൻസ് വരച്ചു, ഇനി ഹൊറിസോണ്ടൽ ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിന് ഓരോ പോയിന്റ്സ് എടുക്കുന്നു. ആ പോയിന്റ്സുകൾ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ജസ്റ്റ് ഒരു സർക്കിൾ പോലെ കിട്ടും. ഇത് കാണുന്നവർക്ക് ഒരു സർക്കിൾ പോലെ കിട്ടും. അതാണ് അതിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. അതായത് ഈ ഒരു 45 ഡിഗ്രി ആംഗിളിൽ ചെയ്തതിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് ഇതായിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മളിപ്പോ പ്ലെയിനിന്റെ അല്ലെങ്കിൽ ലാമിനയുടെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ക്ലിയർ? ഐ ഹോപ്പ് യു ക്ലിയർ ദിസ്. ഇനി ഇതുപോലെ തന്നെ ഒരു സർക്കിളിന്റെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് ഇതിൽ കാണിക്കാം. ഓക്കെ, സെയിം എക്സാക്ട്ലി സെയിം അതുപോലെ തന്നെ ഒരു പ്രോബ്ലം തന്നെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഒരു 30 ഡിഗ്രി ആംഗിൾ കൊണ്ട് അത് നമുക്ക് നിങ്ങൾ നോക്കി വരച്ചാൽ മതി ആക്ച്വലി. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കുക എങ്ങനെയൊക്കെയാണ് അത് വരുന്നത് എന്നുള്ളത്. 50 mm diameter system on HP and its diameter AC which is 30 degree inclined to HP and makes a 45 degree inclined to VP. Draw its projections. എക്സാക്ട്ലി ഏകദേശം അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൽ വരയ്ക്കേണ്ടത്. ഓക്കെ, സെയിം വരച്ചു. അതുപോലെ തന്നെ നമ്മൾ പോയിന്റ്സുകൾ രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ടോട്ടൽ ഒരു സർക്കിൾ നമുക്ക് അവിടെ വരയ്ക്കാൻ കിട്ടും. ഓക്കെ, ഒരു സർക്കിൾ ഇതുപോലെ തന്നെ വരയ്ക്കാൻ കിട്ടും. ഓക്കെ, റൈറ്റ്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഇതിന്റെ രണ്ടിനെയും സൊല്യൂഷൻസ് കിട്ടും. ഈ ഒരു സ്റ്റെപ്സിലെ മൂന്നാമത്തെ സൊല്യൂഷൻസിലാണ് ഇത് രണ്ടിനെയും സൊല്യൂഷൻസ് നമുക്ക് കിട്ടുന്നത് ആക്ച്വലി. ഓക്കെ, റൈറ്റ്. ഞാൻ അടുത്തത് നമ്മൾ പഠിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിലറി പ്ലെയിൻ മെത്തേഡ് ആണ്. അതായത് അപ്പൊ ആദ്യം നമ്മൾ എന്തൊക്കെ കഴിഞ്ഞു, ആദ്യം നമ്മൾ കഴിഞ്ഞത് പോയിന്റ്സ് കഴിഞ്ഞു, ലൈൻസ് കഴിഞ്ഞു. ലൈൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലൈൻ റൊട്ടേഷൻ പഠിച്ചു. ലൈൻ റൊട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, യെസ് പ്ലെയിൻസിനെ കുറിച്ച് പഠിച്ചു. പ്ലെയിൻസിന്റെ 2-3 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. പ്ലെയിൻസിൽ നിന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഇനി ഈ ഒരു ഓക്സിലറി പ്ലെയിൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്ലെയിൻസിന്റെ പ്രോബ്ലംസ് ഒന്നുകൂടെ പഠിക്കുകയാണ്. ഓക്കെ, റൈറ്റ്. സോ ഒരു പ്രോബ്ലം ഓക്സിലറി പ്ലെയിൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു പ്രോബ്ലം പഠിക്കുകയാണ്. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ എ റെഗുലർ പെന്റഗൺ ഓഫ് 30 mm സൈഡ് ഓൺ വൺ സൈഡ് is 30 degree inclined to XY and the figure is in TV of some plane whose FV is in line which is 45 degree inclined to XY. Determine true shape. അതായത് ചോദ്യം ഇതാണ്: ഒരു റെഗുലർ പെന്റഗൺ ഉണ്ട്, അതിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ 30 mm ആണ്. അത് അതിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ഇൻക്ലൈൻ ടു XY. XYക്ക് 30 ഡിഗ്രി, XY ലൈൻ എന്ന് പറഞ്ഞ ലൈനിന് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ്. ഓക്കെ, ഏതോ ഒരു സൈഡ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ് ആ XY ലൈനായിട്ട്. പക്ഷെ ഫിഗറിൽ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഒരു പ്ലെയിനിൽ നിൽക്കുകയാണ്. ദ ഫിഗർ ഓഫ് ടോപ്പ് വ്യൂ ഓഫ് സം പ്ലെയിൻ ഹൂസ് ഫ്രണ്ട് വ്യൂ, അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് 45 ഡിഗ്രി ഇൻക്ലൈൻ ടു XY ആയിരിക്കും. ഓക്കെ, എന്നാൽ അതിന്റെ ട്രൂ ഷേപ്പ് കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ ചോദ്യം മനസ്സിലാക്കിയ പെണ്ണ് മനസ്സിലാവില്ല, പക്ഷെ ഉത്തരം കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നത് മനസ്സിലാവും. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ XY ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. XY ലൈൻ വരച്ചു. ഇനി പറഞ്ഞിരിക്കുന്നത് പെന്റഗൺ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ പെന്റഗണിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ 30 ഡിഗ്രി ഇൻക്ലൈൻ ടു XY ആണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. റെഗുലർ പെന്റഗൺ ഓഫ് 30 mm സൈഡ് വിത്ത് വൺ സൈഡ് ഇസ് 30 ഡിഗ്രി ടു ഇൻക്ലൈൻ ടു XY. ഒരു സൈഡ് 30 ഡിഗ്രി XYക്ക് ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ 30 ഡിഗ്രിക്ക് ഒരു ഇൻക്ലൈൻ ലൈൻ ആദ്യം വരച്ചു. അത് കഴിഞ്ഞ ശേഷം ആ ഒരു സൈഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പെന്റഗൺ വരയ്ക്കുക. ഓക്കെ, സോ ഇതൊരു പെന്റഗൺ നമ്മൾ വരച്ചു കഴിഞ്ഞു. സോ ഒരു ലൈൻ എടുത്തു, അതിലൊരു ഹൊറിസോണ്ടൽ ലൈൻ എടുത്തു, അതുപോലെ തന്നെ നമ്മളൊരു ആംഗിൾ വെച്ച് ഒരു പെന്റഗൺ വരച്ചു. ഇനി നമുക്കറിയാം ഓരോ ലൈൻസ് ഓരോ എഡ്ജസും ഇതിന്റെ 30 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ 30 ഡിഗ്രി ആംഗിൾ ആണ്. ഇനി നമ്മൾ അതിന്റെ പേര് കൊടുക്കണം ABCDE എന്ന് പറഞ്ഞ പേരുകൾ കൊടുക്കുകയാണ്. പേര് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ലൈൻ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുകയാണ്. വെർട്ടിക്കൽ ലൈൻസ് വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞത്, അതായത് 45 അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. XY ലൈനിന് 45 ഡിഗ്രി. അപ്പൊ നമ്മളൊരു 45 ഡിഗ്രി ഒരു ലൈൻ വരയ്ക്കാൻ ആക്ച്വലി. സോ ഈ 45 ഡിഗ്രി ഒരു ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ അതിൽ മാർക്ക് ചെയ്യണം, ഇതിന്റെ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യണം ആക്ച്വലി. 45 ഡിഗ്രി ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യണം. ഇനി 45 ഡിഗ്രി ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്തിട്ട് അതിന്റെ പേര് നമ്മൾ കൊടുക്കണം. A', B', C', D' and E' എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ ആ പേരുകൾ കൊടുത്തു. ഇനി നമ്മൾ അതിന് പാരലൽ ആയിട്ട് ഓക്സിലറി പ്ലെയിൻ മെത്തേഡ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഓക്സിലറി പ്ലെയിൻ മെത്തേഡിൽ നമ്മൾ ഇതിന്റെ രൂപം മാറ്റിയെടുക്കുകയാണ്. സോ ഒരു പ്ലെയിൻ ജസ്റ്റ് ഒരു ലൈൻ നമ്മൾ വരയ്ക്കുകയാണ്. ഇതിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഈ പാരലൽ ആയിട്ട് ലൈൻ വരച്ചതിന് ശേഷം നമ്മളിത് X1 and Y1 എന്ന് പറയുന്ന പേര് കൊടുക്കുന്നു. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന XY എന്ന് പറയുന്ന ലൈനിന് പകരം നമ്മളിപ്പോ ഒരു X1 Y1 എന്ന് പറയുന്ന ഒരു ഓക്സിലറി ലൈൻ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, സോ X1 Y1 എന്ന് പറയുന്ന ഒരു ലൈൻ കൊടുത്തു. ഇനി ആ X1 Y1 ലൈനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പ്രൊജക്ഷൻ ചെയ്യാണ്.
അതായത് ഓരോ പോയിന്റിൽ നിന്നും എ ബി സി ഡി ഇ എന്ന് പറയുന്ന ഓരോ പോയിന്റുകളിൽ നിന്നും നമ്മൾ അങ്ങോട്ടേക്ക് പ്രൊജക്ഷൻ ചെയ്യാം. അതായത് x1 y1 ലൈൻ അത് ചെയ്ത് എത്രയാണ് ഈ ഒരു 45 ഡിഗ്രിക്ക് പാരലൽ ആയിട്ട് ഒരു x1 y1 ലൈൻ എടുത്തു. അത് എത്ര ഡിസ്റ്റൻസ് ആവാം നിങ്ങൾക്ക് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര ഡിസ്റ്റൻസിൽ വേണം നിങ്ങൾക്ക് എടുക്കാം. x1 y1 ലൈൻ എന്ന് പറയുന്നത് പാരലൽ ആയിട്ട് ലൈൻ വരച്ചു. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് ഇ ഡാഷ് എന്ന് പറയുന്ന ഈ ലൈൻസ് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻസ് വരയ്ക്കുകയാണ്. ഓക്കെ, ആ ലൈൻസ് വരച്ചതിന് ശേഷം നമ്മൾ സിമിലർ പോയിന്റ്സ് ഇപ്പോ ഇവിടെ എ ഡാഷ് എടുത്തു. എ ഡാഷ് ഈ x5 ലൈനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് എ നിൽക്കുന്നത് എന്നുള്ള ഈ ഒരു ഡിസ്റ്റൻസ് x5 നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് എ നിൽക്കുന്നത് എന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്തിട്ട് ഈ x1y1 നിന്ന് നമ്മൾ എടുക്കണം. x1y1 എന്ന് പറയുന്ന ഈ ലൈനിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് എടുക്കണം. അതായത് എ ഡാഷിന്റെ അതേ ലൈനിൽ തന്നെ ഈ ഒരു x1y1 ഈ പോയിന്റിൽ നിന്ന് ഈ ഡിസ്റ്റൻസ്, ഇപ്പൊ ഇതൊരു 20 mm ആണ് ഡിസ്റ്റൻസ് വെച്ചാൽ ഈ 20 mm ആയിരിക്കണം ഈ x1y1 നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരേണ്ടത്. സിമിലർലി എല്ലാത്തിന്റെയും ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുക. ലൈക്ക് അടുത്തത് എടുക്കുന്ന ബി എന്ന് എടുത്തു, അതുപോലെ തന്നെ ഇ എന്ന് എടുത്തു, അതുപോലെ തന്നെ ഡി എന്ന് എടുത്തു, അതുപോലെ തന്നെ സി എന്ന് എടുത്തു. ഇനി നമ്മൾ അതിന് പേര് കൊടുക്കുക A1 B1 C1 E1 D1 ആൻഡ് C1. ഓക്കെ, പേരുകൾ കൊടുത്തു ഓരോ പോയിന്റുകൾ. അതായത് ഇപ്പോ ഡിന്ന് എടുക്കുകയാണെങ്കിൽ ഈ ഡിന്റെ ലൈനിൽ ഈ ലൈനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് വരച്ചിട്ട് ഈ x1y1 ഈ പോയിന്റിൽ നിന്ന് D1 വരെയുള്ള ഈ ഡിസ്റ്റൻസ് എടുത്തു. ഓക്കെ, ആ ഡിസ്റ്റൻസ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ അതിനെ ജോയിൻ ചെയ്യണം. ഓരോന്നിനെയും ജോയിൻ ചെയ്യുക. എ ബി സി ഡി ഇ എന്ന് പറഞ്ഞ് നമ്മൾ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ട്രൂ ഷേപ്പ് ആക്ച്വലി. ഓക്കെ, ഇതാണ് അതിന്റെ ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ദിസ് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും ഇത് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു. ഓക്കെ, അതായത് നമ്മുടെ ട്രൂ ഷേപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓക്സിലറി പ്ലെയിൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കാര്യമാണിത്. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തത് താങ്ക് യു. നൗ നെക്സ്റ്റ് ഇതുപോലത്തെ ഒരു പ്രോബ്ലം ആണെങ്കിൽ ഒന്നുകൂടെ സോൾവ് ചെയ്യായിരുന്നു, പക്ഷെ സമയം കുറവാണ്. സോ അതുകൊണ്ട് ഞാൻ അതിനൊരു എക്സാമ്പിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നത് സോളിഡ്സിനെ കുറിച്ചാണ്. ഓക്കെ, സോളിഡ്സ് നമുക്ക് ഒരുപാട് പോവാനുണ്ട്. ഇപ്പൊ ഞാൻ ആകെ സ്ലൈഡ് 7 ആയിട്ടുള്ളൂ. 58 സ്ലൈഡോളം ഉണ്ട് ഞാൻ ഈ ഒരു ഇതിലേക്ക് വെച്ചിട്ട്. നമുക്ക് ആകെ 7 സ്ലൈഡ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ അങ്ങനെ പോകും. ടോട്ടലി നമുക്കൊരു 58 സ്ലൈഡും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഒരു 50 സ്ലൈഡോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു കംപ്ലീറ്റ് നമ്മുടെ ഈ ഒരു ഡിസൈനിങ് ഗ്രാഫിക്സിന്റെ റിവിഷൻ കഴിയും. ഇനിയിപ്പോ ഒരു 7 സ്ലൈഡ് ആയിട്ടുള്ളൂ. ഇനി ഒരു 50 സ്ലൈഡും കൂടെ ഇനി ബാലൻസ് ഉണ്ട്. ഓക്കെ, സോ 50 സ്ലൈഡുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മളൊരു കംപ്ലീറ്റ് റിവിഷൻ കഴിയും. ഓക്കെ, സോ എല്ലാവരും ക്ലിയർ ആയിട്ട് ആ ഒരു ടൈമിങ്ങിൽ എത്തണം കേട്ടോ. ഇനി ആകെ 2 ക്ലാസ്സും കൂടെ നമുക്ക് കിട്ടുള്ളൂ. ഇന്നത്തെ ക്ലാസ് കൂടെ കഴിഞ്ഞാൽ പിന്നെ 2 ക്ലാസ് കൂടെ റിവിഷൻ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ കറക്റ്റ് ടൈമിങ് എല്ലാവരും വരണം. ഞാൻ ഏകദേശം ഒരു 1 hour കംപ്ലീറ്റ് ഞാൻ ഇത് എടുക്കും. ഓക്കെ, റൈറ്റ്. നൗ അടുത്ത വരുന്ന നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സോളിഡ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സ് എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ലൈൻസിന്റെ എടുക്കണം, ലൈൻ റൊട്ടേഷൻ മെത്തേഡ് എടുക്കണം, അതിന്റെ പ്രോബ്ലംസ് പഠിക്കണം. അതുപോലെ തന്നെ പ്ലെയിൻസിനെ പഠിക്കണം, അതുപോലെ തന്നെ ഓക്സിലറി പ്ലെയിനിന്റെ പ്രോബ്ലംസ് പഠിക്കണം. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത വരുന്നതാണ് സോളിഡ്സിന്റെ. അപ്പൊ ഓരോ സെക്ഷനിൽ നിന്നും ഓരോ 2-3 പ്രോബ്ലംസ് ചെയ്ത് പഠിച്ച് അത് തെറോ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത സെക്ഷനിലേക്ക് പോയിട്ട് വേണം നിങ്ങൾ ഇത് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഈ എല്ലാ ഓരോ സെക്ഷനിൽ നിന്നും പ്രോബ്ലംസ് പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെ ലൈൻ റൊട്ടേഷന്റെ വരണം, അതുപോലെ തന്നെ ലൈൻസിനെ കുറിച്ചും ലൈൻ റൊട്ടേഷനെ കുറിച്ചും പ്ലെയിൻസിനെ കുറിച്ച്, അതുപോലെ തന്നെ പ്ലെയിനിന്റെ ഓക്സിലറി പ്ലെയിൻസിൽ നിന്ന് വരണം. അതുപോലെ തന്നെ ഇപ്പൊ വരാൻ പോകുന്ന സോളിഡ്സിനെ കുറിച്ച്. സോ സോളിഡ്സ് നമുക്കറിയാം എന്തൊക്കെയാണ് സോളിഡ്സ്. അതുപോലെ തന്നെ അതിനെ കൂടുതലായിട്ട് ഞാൻ ഡീറ്റെയിൽസ് പറയുന്നില്ല. സോളിഡ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. വേണമെങ്കിൽ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യുകയാണെങ്കിൽ, അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പ് എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് 2 ടൈപ്പാണ് സോളിഡ്സ് കിടക്കുന്നത്. അതിന് സോളിഡ്സിന് ഒരു ടോപ്പും ബേസും സെയിം ഷേപ്പ് ആണെങ്കിൽ അത് ഗ്രൂപ്പ് എയിൽ പെടുന്നത്. അതുപോലെ തന്നെ സോളിഡ്സിന്റെ ബേസ് എന്ന് പറയുന്നത് സൈഡുമായിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. അതായത് സോളിഡ്സ് ഹാവിംഗ് ബേസ് ഓഫ് സം ഷേപ്പ് ആൻഡ് ജസ്റ്റ് എ പോയിന്റ് ആസ് എ ടോപ്പ്. ടോപ്പ് വരുന്ന ഒരു പോയിന്റ് ആയിട്ട് എടുക്കുകയാണ്. ലൈക്ക് കോണൊക്കെ പോലെ നമ്മളൊരു കോണൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ടോപ്പ് എന്ന് പറയുന്നത് അടിയിലൊരു സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ ഒരു സർക്കിൾ ഷേപ്പ് ആയിരിക്കും, പക്ഷെ മുകളിൽ നിന്ന് ഒരു കോണിക്കൽ ഷേപ്പ് ആയിരിക്കും വരുന്നത് അല്ലെ. സോ ഒരു അപ്പെക്സ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ബിയിൽ പെടുത്തുന്നത്. ഓക്കെ, ഇനി അതിൽ ഏതൊക്കെയാണ് നമ്മുടെ ഗ്രൂപ്പ് എയിലും ഗ്രൂപ്പിൽ ബിയിലും വരുന്ന ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. സിലിണ്ടേഴ്സ്, പ്രിസംസ്. ഓക്കെ, ഇതൊക്കെയാണ് പ്രിസത്തിന്റെ വരുന്നത്. പ്രിസം എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ പ്രിസം വന്നു, അതുപോലെ തന്നെ സ്ക്വയർ പ്രിസം വന്നു, പിന്നെ അതുപോലെ തന്നെ പെന്റഗണൽ പ്രിസം, ഹെക്സഗണൽ പ്രിസം. ബാക്കി ഇനിയും ഉണ്ട് കുറെ പ്രിസങ്ങൾ ടൈപ്പ് കുറെ ഉണ്ട്, പക്ഷെ ഞാൻ ബേസിക് ആയിട്ട് പറയാം. ഷേപ്പിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്തൊക്കെയാണ് ഷേപ്പിലെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ക്യൂബിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്യൂബ് എന്ന് പറഞ്ഞാൽ അറിയാലോ 6 സ്ക്വയറും സെയിം ഫേസ് ആയിട്ട് വരുന്നതാണ് ക്യൂബ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കോൺ, ഗ്രൂപ്പ് ബിയിൽ വരുന്നതാണ് കോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ കോണിന്റെ നമുക്കറിയാം എഡ്ജ് കണ്ടില്ലേ, അതായത് ഓരോ ഇടയിൽ നമുക്ക് ഷാർപ്പായിട്ട് വരുന്നത്, അതിനെയാണ് നമ്മൾ അപ്പെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പിരമിഡ്സുകൾ വരുന്നുണ്ട്.
ഓക്കെ, ഗ്രൂപ്പ് ബിയിൽ വരുന്നതാണ് പിരമിഡ്സ്. ഇത് ട്രയാങ്കുലർ പിരമിഡ്, സ്ക്വയർ പിരമിഡ്, അതുപോലെ തന്നെ പെന്റഗണൽ പിരമിഡ്, ഹെക്സഗണൽ പിരമിഡ്. അപ്പൊ ആ ഒരു കാറ്റഗറി ആയി. ഇനി അടുത്തത് അതിന്റെ അടിയിൽ വരുന്നതാണ് ടെട്രാഹീഡ്രൺ ഷേപ്പ്. ഓക്കെ, ഒരു 4 ട്രയാങ്കുലർ ഫേസസ് ഉള്ളതിനാണ് നമ്മൾ ടെട്രാഹീഡ്രൺ എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം ഇതുപോലത്തെ ഒരു ഷേപ്പാണ്, ഒരു ഡയമണ്ട് പോലത്തെ ഒരു ഷേപ്പാണ് ടെട്രാഹീഡ്രൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദി സോളിഡ്സ് ആക്ച്വലി. ഓക്കെ, റൈറ്റ്. നൗ അടുത്ത് നമ്മൾ വരുന്നത് ഈ സോളിഡ്സിൽ തന്നെ നമുക്ക് ഡയമെൻഷൻ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് പലതരത്തിൽ നമുക്ക് പറയാൻ പറ്റും സോളിഡ്സിനെ. ഒന്ന് സ്ക്വയർ പ്രിസവും അതുപോലെ തന്നെ സ്ക്വയർ പിരമിഡ്, സിലിണ്ടർ ആൻഡ് കോൺസ്. മെയിൻ ആയിട്ട് ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് സോളിഡ്സിന്റെ കേസിൽ. ഓക്കെ, സോ ആദ്യം സ്ക്വയർ പ്രിസം എന്താണ് സ്ക്വയർ പ്രിസം, അതുപോലെ തന്നെ സ്ക്വയർ പിരമിഡ്, അതുപോലെ തന്നെ സിലിണ്ടർ, അതുപോലെ തന്നെ കോൺ. അപ്പൊ ഈ ഷേപ്പിലൊക്കെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും സോളിഡ്സ് പഠിക്കുന്ന സമയത്ത്. ഓക്കെ, റൈറ്റ്. ഇനി ഇതിലൊരു ചെറിയൊരു പാരാമീറ്റേഴ്സ് പറയാണ്. ഏതാണ് ടോപ്പ്, സോളിഡ്സിന്റെ ടോപ്പ് ഇതാണ്, സൈഡ് ആണ്. ഓക്കെ, റെക്ടാങ്കുലർ ഫേസ് ഇതായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ലോങ്ങർ ഫേസ് എന്ന് പറയുന്നത് അതിനെയാണ്. അതുപോലെ തന്നെ ബേസ് ആണ്. ഓക്കെ, കോർണർ ഓഫ് ദ ബേസ്. ഓക്കെ, താഴത്തുള്ളത് ബേസ്. ഓക്കെ, റൈറ്റ്. എഡ്ജ് ഓഫ് ദ ബേസ്, അതുപോലെ തന്നെ കോർണർ ഓഫ് ദ ബേസ്. ഓക്കെ, അത് ബേസ്. ഓക്കെ, ഇത്രയാണ് ഒരു സ്ക്വയർ പ്രിസത്തിന് പറയുമ്പോൾ. അതുപോലെ തന്നെ സ്ക്വയർ പിരമിഡ് എടുക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും, അപെക്സ്. ഓക്കെ, അപെക്സ് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ സ്ലാന്റ് എഡ്ജ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബേസ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എഡ്ജ് ഓഫ് ദി ബേസ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ കോർണർ ഓഫ് ദി ബേസ് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് സ്ക്വയർ പിരമിഡിൽ പറയുന്നത്. ഇനി വേണമെങ്കിൽ ട്രയാങ്കുലർ ഫേസ് എന്ന് പറയുന്നത് ഇതിനെയാണ് ട്രയാങ്കുലർ ഫേസ്. അപ്പോൾ ഈ ഫേസുകളൊക്കെ നിങ്ങൾ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം വരികയാണ്. സപ്പോസ് എ സ്ക്വയർ പിരമിഡ് വിച്ച് ഇസ് റെസ്റ്റിംഗ് ഓൺ എ ട്രയാങ്കുലർ വൺ ഓഫ് ദി ട്രയാങ്കുലർ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ട്രയാങ്കുലർ ഫേസ് ഏതാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇതാണ് ട്രയാങ്കുലർ ഫേസ്, ഈ സൈഡാണ്, ഈ ഒരു ഭാഗമാണ് നമ്മുടെ ട്രയാങ്കുലർ ഫേസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോ സോളിഡ്സിനെ കുറിച്ച് ഈ ഒരു നോമിനിക്ലേച്ചർ എല്ലാത്തിനും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, റൈറ്റ്. അടുത്ത നമ്മൾ സിലിണ്ടർ എടുക്കുകയാണ്. സിലിണ്ടർ എടുക്കുകയാണെങ്കിൽ സിലിണ്ടറിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് 3 പാർട്ടുകൾ അതിൽ തിരിക്കാം. കോണിന്റെയും അതുപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങൾ, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു ലൈൻസ് കാണാം, ഒരു വൈറ്റ് ലൈൻസ് നിങ്ങൾക്ക് കാണുന്നില്ല. ഈ വൈറ്റ് ലൈൻസ് ഈ ഒരു അതായത് ഹോൾ സർഫസ്, അതിന്റെ സർഫസിനെയാണ് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒരു ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളോട് പറയാ സിലിണ്ടർ വിച്ച് ഇസ് റെസ്റ്റിംഗ് the generator is resting on HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റർ റെസ്റ്റിംഗ് ഓൺ HP, HP റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ചെണ്ട പോലെ ഇത് നിലത്ത് ഇങ്ങനെ കിടക്കുന്ന വിധത്തിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ജനറേറ്റർ എന്ന് പറയുന്നത് ഈ പാർട്ടിനെയാണ് നിങ്ങൾക്ക് ജനറേറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു കോൺ whose generator is on HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജനറേറ്റർ എന്ന് പറയുന്നത് ഏതാ പാർട്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. ഒരു കോണിന്റെയും അതുപോലെ തന്നെ സിലിണ്ടറിന്റെയും ജനറേറ്റർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തത് ഇത് വരുന്നത് നമ്മുടെ ബേസ് ആണ്. താഴത്തുള്ളത് മുകളിൽ വരുന്നത് അപെക്സ് ആണ് വരുന്നത്. ഓക്കെ, അത് താഴത്തെ ബേസ് ആണ്. ഇനി അടുത്ത് നമ്മൾ എടുക്കുന്നതാണ് ഒരു കട്ടായിട്ടുള്ള ഷേപ്പ്. ഓക്കെ, കട്ടഡ് ആയിട്ടുള്ള ഷേപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അതായത് ഇപ്പോൾ ഒരു കോണിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മുകൾ ഭാഗത്ത് എന്തായിരിക്കും വരുന്നത്, ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു സിലിണ്ടറിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഫ്രസ്റ്റം അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ ഫേസിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഷേപ്പ് ഇതായിരിക്കും. ഓക്കെ, അത് നോക്കി പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സെക്ഷൻ നമ്മൾ കാണിക്കുന്നത്. ഓരോ സെക്ഷൻസ് കാണിക്കുന്നത് സെക്ഷൻ ഓഫ് ദി സോളിഡ്സ് ടോപ്പ് ആൻഡ് ബേസ് ഓഫ് ദി വിച്ച് ഇസ് നോട്ട് പാരലൽ. ഓക്കെ, റൈറ്റ്. ഇനി ഇതാണ് നമ്മുടെ ഒരു ഈ കാണിക്കുന്നതാണ് നമ്മുടെ ഒരു ഫ്രസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഡ്രോ ദ ഫ്രസ്റ്റം ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂടുഭാഗം കട്ട് ചെയ്ത് പോയ ഒരു ഷേപ്പിനെയാണ്, അതായത് കന പോയതെന്ന് പറയാം. ഓക്കെ, അതിനാണ് നമ്മുടെ ഫ്രസ്റ്റം എന്ന് പറയുന്നത്. ഇത് ഒരു കോണിന്റെയും അതുപോലെ തന്നെ ഒരു പിരമിഡിന്റെയും ഫ്രസ്റ്റം ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ടോപ്പ് ഓഫ് ദ ബേസ്, ടോപ്പ് ആൻഡ് ബേസ് ഓഫ് ദി വിച്ച് ഇസ് പാരലൽ ടു ഈച്ച് അതർ എന്നുള്ളതാണ് നമ്മൾ ഫ്രസ്റ്റത്തിനെ പറയുന്നത്. അതായത് അടിഭാഗം മുൻഭാഗം പാരലൽ ആയി ഒരുപോലെ തന്നെ ആയിരിക്കും ഷേപ്പ് ഉണ്ടാവുക ഏകദേശം. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഇതല്ല, അടിയിൽ സിലിണ്ടർ സർക്കുലർ ഷേപ്പ് ആയിരിക്കും, മുകളിൽ സർക്കുലർ ഷേപ്പ്, അടിയിൽ ഒരു സ്ക്വയർ ഷേപ്പ് പോലെ ആയിരിക്കും, മുകളിൽ ഒരു സ്ക്വയർ ഷേപ്പ് ആയിരിക്കും. അതിനാണ് നമ്മൾ ഈ പറഞ്ഞ ഫ്രസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്കൊരു ജസ്റ്റ് ഒരു ഇതിന്റെ ഒരു ഫ്രണ്ട് വ്യൂ അതുപോലെ തന്നെ ഒരു HP പ്ലെയിനിൽ നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു സോളിഡ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എങ്ങനെയൊക്കെയാണ് അതിന്റെ രൂപങ്ങൾ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ നമ്മളൊരു ട്രയാങ്കുലർ പിരമിഡ് അല്ലെങ്കിൽ ഒരു പിരമിഡ് വിച്ച് ഈസ് സ്റ്റാൻഡിങ് ഓൺ HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൺ ബേസിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമ്മൾ അതിന്റെ പൊസിഷൻ വരുന്നത്. ഓക്കെ, so that is the axis is perpendicular to HP and parallel to VP. Okay, ഇതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് ആക്സിസ്. ഈ ആക്സിസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു VP. ഇതാണ് VP വരുന്നത്, നിലത്താണ് ഇരിക്കുന്നത്. സോ ആ VP ക്ക് പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ തന്നെ ഈ ആക്സിസ് അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ VP വരുന്നത്. ഓക്കെ,
സോ പാരലൽ പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡിംഗ് പൊസിഷനിലായിരിക്കും, എച്ച് പിയിലെ സ്റ്റാൻഡിംഗ് പൊസിഷനിലായിരിക്കും നമുക്ക് ഇത് വരുന്നത്. ഓക്കെ റൈറ്റ്. നാം അടുത്ത് വരുന്നത് നമ്മുടെ ഫ്രണ്ട് വ്യൂ. ഇനി അതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് റെസ്റ്റിംഗ് ഓൺ എച്ച് പി തന്നെയായിരിക്കും, പക്ഷേ ഓൺ വൺ പോയിന്റ് ഓൺ ദ ബേസ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, വൺ പോയിന്റ് ഓഫ് ദി ബേസ് സർക്കിൾ. ഇപ്പൊ സപ്പോസ് ഇത് നമ്മളൊരു കോണിക്കൽ ഷേപ്പ് ആണെങ്കിൽ ആ കോണിന്റെ വൺ പോയിന്റ്, ഒരു പോയിന്റ് ബേസ് സർക്കിളിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്ന പോയിന്റിലാണ് ഇരിക്കുന്നത് എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ റെസ്റ്റിംഗ് ഓൺ എച്ച് പി, പക്ഷേ വൺ പോയിന്റ് ഓഫ് ദ ബേസ് സർക്കിൾ, ഒരു ബേസ് സർക്കിളിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് ഒരു പോയിന്റ്. ആ പോയിന്റിലാണ് നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും നമ്മൾ അതിന്റെ ഷേപ്പ് വരുന്നത് ആക്ച്വലി. ഓക്കെ, അതായത് ഇത് ഇനീഷ്യൽ ഷേപ്പ് പറയുന്നത്, സോളിഡ്സിന്റെ ഇനീഷ്യൽ ഷേപ്പിന്റെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ റൈറ്റ്. ഇനി അതിന് വേണമെങ്കിൽ നമുക്ക് പറയാൻ ചെയ്യാം ആക്സിസ് ഈസ് ഇൻക്ലൈൻ ടു എച്ച് പി എന്നും പറയാം, അല്ലെങ്കിൽ പാരലൽ ടു വി പി എന്നും പറയാം. സപ്പോസ് അതിൽ പറയുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഇതാണ്, ദ ആക്സിസ് ഈസ് ഇൻക്ലൈൻ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി. ഇപ്പൊ നിങ്ങൾക്കറിയാം ഇതിന്റെ ബാക്ക് സൈഡിലാണ് വി പി വരുന്നത്. അപ്പോൾ വി പിക്ക് പാരലൽ ആണ്, പക്ഷേ ഇൻക്ലൈൻഡ് ടു എച്ച് പിയും കൂടിയാണ്. ഇതാണ് എച്ച് പി, താഴത്തുള്ള എക്സ് വൈ ലൈൻ എച്ച് പി. സോ എച്ച് പിക്ക് ഇൻക്ലൈൻഡ് കൂടിയാണ്. ഇനിയാണ് ജനറേറ്ററിന്റെ കേസ് വരുന്നത്. ലൈങ് ഓൺ എച്ച് പി ഓൺ വൺ ഓഫ് ഇറ്റ്സ് ജനറേറ്റർ എന്ന് പറയുന്നത്. ലൈങ് ഓൺ എച്ച് പി ഓൺ വൺ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യനിൽ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഷേപ്പ് ആയിരിക്കും നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. ഓക്കെ, അതായത് ജനറേറ്ററിലാണ് അത് കിടക്കുന്നത്, എച്ച് പിയിൽ കിടക്കുന്നത് വെച്ചാൽ ജനറേറ്റർ ഈ സൈഡുകളാണ് ജനറേറ്ററിന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സൈഡിലാണ് നിൽക്കുന്നത്. ഇനി അതിൽ പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറയാണ് ആക്സിസ് ഇസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി. ഈ കണ്ടീഷൻ നോക്കിയത് ദാറ്റ് ആക്സിസ് ഇസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി. എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആണ്. നിങ്ങൾക്കറിയാം ഇവിടെ ആക്സിസിന് എത്ര ശതമാനം ആക്സിസ് ഇൻക്ലൈൻഡ് ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി. സോ ഇതിന്റെ ബാക്ക് സൈഡിലാണ് വി പി. വി പിക്ക് അത് എന്തായാലും പാരലൽ തന്നെയാണ്. ഓക്കെ റൈറ്റ്. ഇനി അടുത്ത നമുക്ക് നോക്കാം അടുത്ത പൊസിഷൻസ്. ഇത് ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ കാണുന്ന പൊസിഷൻസ് ആണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് ടോപ്പ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന അതിന്റെ ആ ഒരു എന്തൊക്കെയാണ് അതിന്റെ ടൈപ്സ് ഓഫ് വ്യൂസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ വൈൽ ഒബ്സർവിംഗ് ടോപ്പ് വ്യൂ എക്സ് വൈ ലൈൻ റെപ്രസെന്റ്സ് ദി വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് നിങ്ങൾക്കറിയാം റൈറ്റ്. സോ ടോപ്പിൽ നോക്കുന്ന സമയത്ത് സപ്പോസ് ഈ സ്റ്റാൻഡിങ് ഓൺ വി പി എന്ന് പറയാന്ന് വെച്ചോ, ദ ബേസ് ഈസ് സ്റ്റാൻഡിങ് ഓൺ വി പി. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ഒരു കോണുള്ളത്, ആ കോണിന്റെ ബേസ് സർക്കിൾ നിങ്ങൾ വി പിന്റെ മുകളിൽ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വി പിന്റെ മുകളിൽ ആണ്, അല്ലെങ്കിൽ ആ ഒരു സർക്കിള് വി പിന്റെ മുകളിൽ ആണെങ്കിൽ എങ്ങനെ ഇരിക്കും, നിങ്ങൾ മുകളിൽ നിന്ന് ടോപ്പ് വ്യൂ നോക്കി കഴിഞ്ഞാൽ ആ ഷേപ്പാണ് ഇവിടെ കാണുന്നത്, നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ റൈറ്റ്. ഞാൻ അടുത്ത നമ്മളോട് പറഞ്ഞ എന്താ വെച്ചാൽ ദി ആക്സിസ് ഇസ് പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിന്റെ ആക്സിസ് എവിടെ നിൽക്കുന്നത്, പെർപെൻഡിക്കുലർ ടു വി പി ആണ്. അതുപോലെ തന്നെ പാരലൽ ടു എച്ച് പി, ഈ നിലത്ത് കാണുന്നതാണ് എച്ച് പി എന്ന് പറയുന്നത്. ഈ എക്സ് വൈന്റെ ലൈനിന്റെ താഴത്തുള്ളതാണ് എച്ച് പി എന്ന് പറയുന്ന പ്ലെയിൻ. അതിന് പാരലലാണുള്ളത്, അതിന് പാരലാണ്, മറ്റേതിന് പെർപെൻഡിക്കുലറുമാണ്. ഓക്കെ റൈറ്റ്. ഇനി അടുത്ത പൊസിഷൻ നോക്കാം. അടുത്ത പൊസിഷനിൽ നേരത്തെ അതേമാതിരി തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. റെസ്റ്റിംഗ് ഓൺ വി പിയിലാണ്, വി പിയിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ വൺ പോയിന്റ് ഓഫ് ദ ബേസ് സർക്കിൾ, ഏതെങ്കിലും ഒരു പോയിന്റ് ബേസ് സർക്കിളിൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിലാണ് എന്ന് പറയാം, വി പിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും അതിന്റെ ഷേപ്പ് വരുന്നത്. ജസ്റ്റ് എക്സാക്ട്ലി ഓപ്പോസിറ്റ്. ഓക്കെ റൈറ്റ്. പിന്നെ അതുപോലെ തന്നെ അതിൽ വേറെ പേര് കൂടെ നമുക്ക് പറയാം ആക്സിസ് ഈസ് ഇൻക്ലൈൻഡ് വി പി. വി പിക്ക് ഇൻക്ലൈൻഡ് ആകുന്ന സമയത്ത് അത് കാണുന്നത് എവിടെയാണ്, എച്ച് പിയിലാണ്. സോ വി പിക്ക് ഇൻക്ലൈൻഡ് ആണ്. അതുപോലെ തന്നെ പാരലൽ ടു എച്ച് പി ആണ് ഈ കിടക്കുന്നത്. ഓക്കെ, പാരലൽ ടു എച്ച് പി ആണ്. ഇനി അടുത്ത ജനറേറ്റർ, വൺ ഓഫ് ദി ജനറേറ്ററിലാണ് കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിടക്കാം. ഓക്കെ, വി പിയിൽ ഒരു ജനറേറ്റർ കിടക്കുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും അതിന്റെ ഷേപ്പ് വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇൻക്ലൈൻ ടു വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അതുപോലെ തന്നെ പാരലൽ ടു എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഷേപ്പിലാണ് നമ്മൾ രൂപപ്പെടുത്തുന്നത്. ഓക്കെ റൈറ്റ്. നമുക്കൊരു ക്വസ്റ്റ്യൻ, സോളിഡ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനില് സ്ക്വയർ പിരമിഡ്, ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഞാൻ പറയുന്നതെല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാരും? ഓക്കെ, എനിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാവർക്കും കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഓക്കെ റൈറ്റ്. സോ ഓക്കെ, നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രോബ്ലം നമ്പർ 1 വിച്ച് ഈസ് സ്ക്വയർ പിരമിഡിനെ റിലേറ്റഡ് ചെയ്താണ്. സ്ക്വയർ പിരമിഡ്, അതിന്റെ 40 mm ബേസ് സൈഡ്. അപ്പൊ സ്ക്വയർ പിരമിഡ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾക്ക് ആ സ്ക്വയർ പിരമിഡിന്റെ രൂപം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. എങ്ങനെയാണ് സ്ക്വയർ പിരമിഡ് ഉണ്ടായിരുന്നത്? ഓക്കെ, അതിനായിട്ടുള്ള സ്ക്വയർ പിരമിഡ് എന്ന് പറയുമ്പോൾ അടിയിലെ ബേസ് മാത്രമാണ് സ്ക്വയർ. അതുപോലെ തന്നെ അതിന്റെ പിരമിഡ് ആണ്. പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകൾ ഭാഗം കൂർത്തിട്ടാ വരിക, അതായത് അപെക്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ 4 സൈഡ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ ഫേസസ് ആയിരിക്കും. ഓക്കെ, സോ ഇത്രയും നമ്മുടെ മനസ്സിലുണ്ടായി. സോ സ്ക്വയർ പിരമിഡ് നമ്മൾ മനസ്സിലായി. ഇനി അടുത്തത്, അതായത് നമ്മൾ ഈ മറ്റേ ഇതുണ്ടല്ലോ ഫറവോന്റെ രാജ്യത്ത് ഈജിപ്തിലുള്ള പിരമിഡ്, അത് ആലോചിച്ചാൽ മതി. സ്ക്വയർ പിരമിഡ് ആണ് അത് ആക്ച്വലി.
സോ സ്ക്വയർ പിരമിഡ് ഉണ്ടായി. ഇനി അതിൽ 40 mm ബേസ് സൈഡ്, അപ്പൊ ഓരോ സൈഡ് അതായത് ബേസിന്റെ ഓരോ ലെങ്ത് എന്ന് പറയുന്നത് 40 mm ആണ്. അതുപോലെ തന്നെ അതിന്റെ ആക്സിസ് ഹൈറ്റ് എന്ന് പറയുന്നത് 60 mm ആണ്. അതിന്റെ ട്രയാങ്കുലർ ഫേസ് ഹാസ് എ ട്രയാങ്കുലർ ഫേസ് ഓൺ ദ ഗ്രൗണ്ട്. ഇതാണ് മെയിൻ പോയിന്റ്. അപ്പോൾ വൺ ഓഫ് ദ ട്രയാങ്കുലർ ഫേസ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിലാണ് കിടക്കുന്നത്. ഗ്രൗണ്ടിൽ കിടക്കുന്ന പറഞ്ഞാൽ HP യിൽ കിടക്കുന്നത്. സോ ട്രയാങ്കുലർ ഫേസ് HP യിലാണ്. ആൻഡ് ദ വെർട്ടിക്കൽ പ്ലെയിൻ കണ്ടെയ്നിങ് ദി ആക്സിസ് മേക്സ് ആൻ ആംഗിൾ 45 ഡിഗ്രി. ഓക്കെ, സോ അതിൽ പറഞ്ഞ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിൻ കണ്ടെയ്നിങ് ദി ആക്സിസ് മേക്ക് ആൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് ബി പി. അപ്പോൾ 45 ഡിഗ്രി ബി പി ആയിട്ട് ഒരു ആക്സിസ് ഇത് മേക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കേസ് ഇതാണ്. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ തന്നു. അതുകൂടാതെ അതിന്റെ ട്രയാങ്കുലർ ഫേസ് ഗ്രൗണ്ടിലാണെന്ന് പറഞ്ഞു. ട്രയാങ്കുലർ ഫേസ് ഗ്രൗണ്ടിലാണ്. അത് കൂടാതെ അതിൽ പറഞ്ഞിരിക്കുന്ന വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സിസ് 45 ഡിഗ്രി ആയിട്ട് ബി പി ആയിട്ട് മേക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ അതിന്റെ പ്രൊജക്ഷൻസ് നമ്മളിനി വരയ്ക്കാം. സോ നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം XY ലൈൻ വരയ്ക്കണം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യണം, യെസ്, നമ്മളൊരു സ്ക്വയർ പിരമിഡ് ജസ്റ്റ് വരയ്ക്കുകയാണ്. ആദ്യം സ്ക്വയർ വരച്ചു. അപ്പോ വിച്ച് ഈസ് ട്രയാങ്കുലർ ഫേസ് ഈസ് ഓൺ ദ ഗ്രൗണ്ട്. ട്രയാങ്കുലർ ഫേസ് ഈസ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ദി വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പൊ നമ്മൾ ആദ്യം വരയ്ക്കുന്ന ഒരു സോളിഡ് വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കുന്ന അതിന്റെ ഒരു ജനറൽ രൂപം നമ്മൾ വരച്ചിരിക്കണം. ഓക്കെ, ഒരു ജനറൽ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനറൽ ഒരു ബേസിക് രൂപം, അതായത് ഒരു പിരമിഡ്, ആ പിരമിഡിന്റെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും വരച്ചിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഏതൊരു സോളിഡ്സ് വരയ്ക്കുന്ന സമയത്തും ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള രൂപം നമ്മൾ അതിന്റെ ടോപ്പ് വ്യൂവും അതിന്റെ ഫ്രണ്ട് വ്യൂവും വരച്ചിരിക്കുക. എന്നാലേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ജനറൽ ആയിട്ടുള്ളത് ഒരു ഫിഗർ ആണ് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ അതിന്റെ ഒരു ബേസ് വരച്ചു, ഡയഗണൽ കാണിക്കുകയാണ്. ഈ ബേസ് നമ്മൾ പേര് കൊടുക്കുന്നു. ഓക്കെ, O എന്നുള്ള പോയിന്റ് അതിന്റെ ടോപ്പിലുള്ള അപെക്സ് പോയിന്റിന്റെ പേരാണ് O എന്ന് പറയുന്നത്. ഇനി അതിന്റെ പ്രൊജക്ഷൻസ് നമ്മൾ വരയ്ക്കുകയാണ്. അത് XY ലൈനിലേക്ക് എത്തി. അതിന്റെ ഹൈറ്റ് മാർക്ക് ചെയ്തു, 60 mm ഹൈറ്റ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അതിന് നമ്മൾ പേര് കൊടുക്കുകയാണ് A', അതുപോലെ തന്നെ B' ഒന്നിച്ച് വരുന്നു. അതുപോലെ തന്നെ C', D' അവിടെ ഒന്നിച്ച് വരുന്നു. അത് കഴിഞ്ഞാൽ O' മുകളിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ക്വയർ പിരമിഡിന്റെ ടോപ്പ് വ്യൂ അതുപോലെ തന്നെ ഫ്രണ്ട് വ്യൂ ആയിട്ടായിരുന്നു. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന 45 ഡിഗ്രി, അതായത് അത് കിടക്കുന്നത് ജനറൽ ട്രയാങ്കുലർ ഫേസ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ കേസ്. ഓക്കെ, ഏതാണ് ട്രയാങ്കുലർ ഫേസ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കേസ് നമ്മൾ എടുക്കുകയാണ്. അതാണ് ട്രയാങ്കുലർ ഫേസ്. ഇപ്പൊ ഇതിന് ട്രയാങ്കുലർ ഫേസ് പറഞ്ഞാൽ ഇതാണ്, ഇതോ അല്ലെങ്കിൽ ഇതോ ആണ് ട്രയാങ്കുലർ ഫേസ്. 4 ട്രയാങ്കുലർ ഫേസ് ഉണ്ടായിരിക്കും. അതിലൊരു ട്രയാങ്കുലർ ഫേസ് ആണ് ഇതിനെ നമ്മൾ ജസ്റ്റ് കിടത്തുകയാണ്, ഫുൾ കിടത്തി. അതാണ് ഫസ്റ്റ് കേസ്. ഹാസ് എ ട്രയാങ്കുലർ ഫേസ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ദ വെർട്ടിക്കൽ പ്ലെയിൻ കണ്ടിന്യൂ. ഇനി അടുത്തതാണ് 45 ഡിഗ്രി. അപ്പൊ അത് അടുത്ത ഫിഗറിൽ നമ്മൾ വെച്ചാൽ സോ ട്രയാങ്കുലർ ഫേസ് ഓൺ ദ ഗ്രൗണ്ട് വരച്ചു. സെയിം എക്സാക്ട് ഡയമെൻഷൻസ് തന്നെ. C', D' അവിടെ പോയിന്റ് മാർക്ക് ചെയ്തു. ഒരു ചെറിയ ഡിസ്റ്റൻസ് എടുത്തിട്ട് C', D' പോയിന്റ് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഈ C', D' തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇല്ല, ആ ഡിസ്റ്റൻസ് ആണ് ഈ കാണുന്ന ഡിസ്റ്റൻസ്. അപ്പൊ ഈ ലെങ്ത് O', C', D' എന്നുള്ള ലെങ്ത് നമ്മൾ മെഷർ ചെയ്തു, ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, യെസ് എക്സാക്ട്ലി ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഇവിടെ ഉള്ള ഒരു ആംഗിൾ C', D' ഉള്ള ഈ ആംഗിൾ, ആ ആംഗിൾ നമ്മളിവിടെ മേക്ക് ചെയ്ത് കണ്ട് നമ്മളിവിടെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ A', B' നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്ത് ആക്സിസ് വരയ്ക്കുക. ഡിസ്റ്റൻസ് എത്ര, ആക്സിസ് എത്ര ഡിസ്റ്റൻസിലാണെന്ന് വെച്ചാൽ ആ ആക്സിസിന്റെ ഡിസ്റ്റൻസ് എടുക്കുക. ഡിസ്റ്റൻസ് എടുത്തിട്ട് ആക്സിസ് വരയ്ക്കാം. സോ ആക്സിസ് വരയ്ക്കുന്ന ലൈൻസ് നിങ്ങൾ കാണാമല്ലോ അല്ലെ, ചെയിൻ ലൈൻസ് ആണ് വരുന്നത്. ആ ചെയിൻ ലൈൻസ് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിത് കിട്ടി കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ഈ വെർട്ടിക്കൽ ലൈൻസ് താഴോട്ടേക്ക് വരയ്ക്കുന്നു. എല്ലാ ഇതിൽ നിന്നും പോയിന്റിന് വെർട്ടിക്കൽ ലൈൻസ്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കുന്നു. എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സുകൾ നമ്മൾ മാർക്ക് ചെയ്യണം. ലൈക്ക് ഈ ഒരു A വരുന്ന പോയിന്റും ഇവിടെ A വരുന്ന പോയിന്റ് ഇവിടെയാണ് A പോയിന്റ്, Aയും Bയും വരുന്നത്. ഓക്കെ, സോ Aയും Bയും, സോ A വരുന്ന പോയിന്റ് നമുക്കറിയാം, A പോയിന്റ് ഇവിടെയാണ്, അതുപോലെ തന്നെ B പോയിന്റ് ഇവിടെ വരും. ഓക്കെ, അപ്പൊ ആ പോയിന്റുകളൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡോട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ കറസ്പോണ്ടിങ് പോയിന്റിന് ഡാർക്കൻ ചെയ്യാം. ഓക്കെ, സോ ഡാർക്കൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം കിട്ടുന്ന ഒരു ഷേപ്പാണ് ഈ കാണുന്നത്. ക്ലിയർ? സോ നമ്മള് ഇങ്ങനെ ചരിക്കുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മോൾ ഭാഗം ഉണ്ടായിരിക്കും, അടിഭാഗം ഉണ്ടായിരിക്കും. അപ്പൊ അടിഭാഗത്ത് നമുക്ക് കാണത്തില്ല, പക്ഷെ മോൾ ഭാഗം നമുക്ക് കാണും, വിസിബിൾ ആണ്. ഓക്കെ, അതാണ് ഇവിടെ കാണിക്കുന്നത്. അടിഭാഗത്ത് വിസിബിൾ അല്ലാത്ത എഡ്ജസ് ആണ് നമ്മൾ ഈ ഡാഷ് ലൈൻസിലൂടെ കാണിക്കുന്നത്. ഓക്കെ, റൈറ്റ്. സോ A1, B1, ലാസ്റ്റ് C1 ആൻഡ് D1, അതുപോലെ തന്നെ O1 ഇങ്ങനെ പോയിന്റുകൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആംഗിൾ വരയ്ക്കണം. സോ ആംഗിളിലേക്ക് വേണ്ടി എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ രൂപം തന്നെ നമ്മളൊരു ആക്സിസ്, യെസ്, ഇത് 45 ഡിഗ്രി ആംഗിളിലേക്ക് എടുത്തു. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിട്ടില്ല, ജസ്റ്റ് 45 ഡിഗ്രി ആംഗിൾ ഇവിടെ VP ആയിട്ട് മേക്ക് ചെയ്തു. ആംഗിൾ 45 ഡിഗ്രി വിത്ത് VP എന്ന് പറയുന്നതിന് ആദ്യം നമ്മൾ VP ഇതേ സെയിം ഫിഗർ തന്നെ, ഈ സെയിം ഫിഗറിൽ തന്നെ ഈ ആക്സിസ് കാണുന്ന സെൻട്രൽ ആക്സിസ് ഇല്ല, ആ ആക്സിസ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ട് 45 ഡിഗ്രിയിലേക്ക് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ഓരോ ഡിസ്റ്റൻസുകളും മെഷർ ചെയ്തിട്ട് അത് ഇവിടെ വരച്ചു. ഓക്കെ, അത്രേ ഇത് ചെയ്തിട്ടുള്ളൂ.
ഇനി നമ്മൾ ഇതിനെ ചെയ്യുന്നത് അതിൽ നിന്ന് വെർട്ടിക്കൽ ലൈൻസും മുകളിലേക്ക് മാർക്ക് ചെയ്യുക, ഹൊറിസോണ്ടൽ ലൈൻസ് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഓരോ പോയിന്റുകൾ നമുക്ക് കിട്ടും. ആ പോയിന്റുകളെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ഫൈനലി നമ്മൾ അതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഷേപ്പ് കിട്ടും. ആ ഷേപ്പ് ആണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഏതാണ്, യെസ്, അതിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടുന്നു. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, ദി അപ്പെക്സ് ഈസ് നിയർ ടു വി പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പെക്സ് ഈസ് നിയർ ടു വി പി, ഇവിടെ നമുക്ക് കാണാം അപ്പെക്സ് ഈസ് നിയർ ടു വി പി ആണ് അല്ലേ. ഈ ഒരു പാർട്ട് XY ലൈനിന്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, യെസ്, XY ലൈനിന്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വി പി ആണ്. അപ്പൊ വി പിന്റെ അടുത്തേക്ക് ഈ ആക്സിസ് കൊണ്ടുവരണം. ഈ O1 എന്ന് പറയുന്നതാണ് അതിന്റെ അപ്പെക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇങ്ങോട്ടേക്ക് ചരിക്കണം. സോ O1 എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ മുകളിലേക്ക് വരാനുള്ള കാരണം ഈ ഒരു ഒറ്റ സെന്റൻസ് ആണ്. ടേക്ക് ദി അപ്പെക്സ് ഈസ് നിയർ ടു വി പി എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസ് കൊണ്ടാണ് നമ്മൾ O1 എന്ന് പറയുന്നത് ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്, ഈ XY ലൈനിന്റെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള കാരണം. ഓക്കെ, സോ പക്ഷേ നേരെ മറിച്ച് നമ്മളിപ്പോ ഇത് അപ്പെക്സ് ഈസ് എവേ ഫ്രം ആണെങ്കിൽ O1 എങ്ങനെ വരുന്നത്, ശരിക്കും പറഞ്ഞാൽ ആക്സിസ് ഇങ്ങനെയാണ് വരിക, ചരിഞ്ഞിട്ടാണ് വരിക. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്സിസ് വരിക. O1 താഴെയും വരും. അപ്പെക്സ് ഈസ് എവേ ഫ്രം ദ വി പി എന്ന് പറയുകയാണെങ്കിൽ O1 എവിടെ വരും, ഈ താഴത്ത് വരും. അതുപോലെ തന്നെ സ്ക്വയർ എവിടെ വരും, ഈ മുകളിലേക്കും വരും. അങ്ങനെ വരിക. പക്ഷെ ഇവിടെ അപ്പെക്സ് ഈസ് നിയർ ടു വി പി. ചില ക്വസ്റ്റ്യൻസിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചില ക്വസ്റ്റ്യൻസിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കഴിഞ്ഞൊരു പ്രാവശ്യം എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ കഴിഞ്ഞെന്ന് ഞാൻ ഉദ്ദേശിച്ച പണ്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റില് ഇപ്പൊ പറഞ്ഞ ഈ അപ്പെക്സ് ഈസ് നിയർ ടു വി പി എന്ന് പറയുന്നതിന് പകരം ചിലപ്പോൾ എവേ ഫ്രം ദ വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്ക് പോകും, ഈ അപ്പെക്സ് ഈ താഴോട്ടേക്ക് പോകും ആക്ച്വലി. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആക്സിസ് ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം ഇങ്ങനെ വരയ്ക്കണം, തിരിച്ചു വരയ്ക്കണം. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പെക്സ് ഈ താഴോട്ട് വരും. അതുപോലെ തന്നെ സ്ക്വയർ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഓക്കെ, ഇതുപോലെ വരും, നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ ദിസ് ഈസ് അപ്പെക്സ് ഈസ് എവേ ഫ്രം ദി വി പി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒരു കോഡിന്റെ ഇതുപോലത്തെ ഒരു പ്രോബ്ലം തന്നെയാണ്. ഐ ഹോപ്പ് 1:10 ആക്ച്വലി. ഐ ഹോപ്പ് ഇന്നത്തെ ക്ലാസ് ഇത്ര മതി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഓക്കെ ആണോ, അതോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, അതോ ഈ പറഞ്ഞമാതിരി ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായില്ല? ബാക്കി ഞാൻ അടുത്ത സ്ലൈഡിൽ എടുക്കാന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ ഇന്നിപ്പോ എടുത്ത ക്ലാസ് കംപ്ലീറ്റ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ ഒന്ന് ചോദിക്കാൻ? മനസ്സിലായ യെസ് പറയാം, മനസ്സിലായിട്ടില്ലെങ്കിൽ നോ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്, ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, റൈറ്റ് റൈറ്റ്. ഇനി ഞാൻ ഇതിന്റെ പവർ പോയിന്റ് നിങ്ങൾക്ക് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. പവർ പോയിന്റ് ഗ്രൂപ്പിലേക്ക് ഇതുവരെ ഇന്ന് വരെ എടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ ഒരു പവർ പോയിന്റ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അതായത് ഇന്നത്തെ ക്ലാസ്സിന്റെ പവർ പോയിന്റ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നാളെ രാവിലത്തെ നാളെ മീൻസ് നെക്സ്റ്റ് ക്ലാസ്, നാളത്തെ ക്ലാസ്. അപ്പൊ നാളെ ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്നും വ്യാഴാഴ്ച, നാളെ വെള്ളിയാഴ്ച. ഞാനിപ്പോ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നില്ല. നിങ്ങൾ ഈ ഒരു എന്താ പറയുക, നമ്മളെ ഇതിലേക്ക് ഞാൻ അതിന്റെ ഗൂഗിൾ ഫോം ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ആ ഗൂഗിൾ ഫോം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, 33 പേരെന്ന് വന്നിട്ടുള്ള, ബാക്കി ആൾക്കാർ വന്നില്ല. ബാക്കിയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ അറ്റൻഡൻസ് കിട്ടേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് വന്ന ആൾക്കാർക്ക് അറ്റൻഡൻസ് കിട്ടാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഇതിലേക്ക്